നമസ്കാരം. വീണായൻ ന്യൂസിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്ന Spinner Pipes, manufacturers of HDPE and PVC pipes. Think irrigation, think Spinner. രാഹുൽ ടൈൽസ് ആൻഡ് സാനിറ്ററീസ്, കോവിലകത്തുംപാടം, കേരള ബാങ്കിന് മുൻവശം, തൃശൂർ. അടുക്കളയ്ക്ക് സൗമ്യ സുഗന്ധവും വിഭവങ്ങൾക്ക് രുചിയും. കേരളത്തിന്റെ സഹകരണ ശുദ്ധി ഗ്രീൻ മൈത്രി വെളിച്ചെണ്ണ, ഒരു പെരിങ്ങണ്ടൂർ സർവീസ് സഹകരണ ബാങ്ക് ഉൽപ്പന്നം. കനത്ത മഴയിൽ റെയിൽവേ ട്രാക്കിലെ മെറ്റലും മണ്ണും ഒഴുകിപ്പോയി. പാളം സഞ്ചാരയോഗ്യമല്ലാതായി. അകമല ക്ഷേത്ര പരിസരത്താണ് സംഭവം. തൃശൂർ ഭാഗത്തേക്കുള്ള ട്രെയിൻ ഗതാഗതം പൂർണ്ണമായും സ്തംഭിച്ചു. മണ്ണുമാന്തി യന്ത്രം പാളത്തിലെത്തിച്ചാണ് മണിക്കൂറുകൾക്ക് ശേഷം ഗതാഗത സ്തംഭനം പരിഹരിച്ചത്. കാലവർഷത്തിൽ അകമല പരിസരം അപകട കേന്ദ്രമാകുന്നത് തുടർക്കഥ. കേരളത്തിന്റെ സാംസ്കാരിക തലസ്ഥാനത്ത് പോലീസിനെ വെല്ലുവിളിച്ച് ഗുണ്ടാ സംഘത്തിന്റെ വിഹാരം. തീക്കട്ടയിൽ ഉറുമ്പരിച്ചപ്പോൾ പോലീസ് സേനയ്ക്ക് വല്ലാത്ത പ്രഹരം. അക്രമികളുടെ ആക്രമണത്തിൽ പോലീസ് ഓഫീസർമാർക്ക് മർദ്ദനം. ഒരു ഓഫീസർക്ക് വെട്ടേറ്റു. 3 പേർക്ക് പരിക്ക. 3 ജീപ്പുകൾ തകർത്തു. നെല്ലങ്കരയിൽ ശനിയാഴ്ച പുലർച്ചെയാണ് നാടിനെ നടുക്കിയ സംഭവം. സംസ്ഥാന പൊതുമേഖലാ സ്ഥാപനമായ അത്താണി സ്റ്റീൽ ആൻഡ് ഇൻഡസ്ട്രിയൽ ഫോർജിംഗ്സ് ലിമിറ്റഡ് വികസന മുന്നേറ്റത്തിന്റെ പുത്തൻ പന്താവിൽ, പുത്തൻ കുതിപ്പിലേക്ക് സ്ഥാപനത്തെ നയിക്കുന്ന വികസന പ്രവർത്തനങ്ങൾക്ക് തിങ്കളാഴ്ച തുടക്കം. 12 കോടി രൂപ ചിലവഴിച്ചു വാങ്ങിയ 6 ടൺ ഹൈഡ്രോളിക് ഓപ്പൺ ഫോർജിംഗ് ഹാമറിന്റെ പ്രവർത്തന ഉദ്ഘാടനവും 2.5 കോടി രൂപ ചിലവഴിച്ച് നിർമ്മിക്കുന്ന ഓഫീസ് കെട്ടിട സമുച്ചയത്തിന്റെ നിർമ്മാണ ഉദ്ഘാടനവും തിങ്കളാഴ്ച മന്ത്രി പി രാജീവ് ഉദ്ഘാടനം നിർവഹിക്കും. കഴിഞ്ഞ 5 വർഷം കൊണ്ട് സർക്കാർ നൽകിയത് 25 കോടി രൂപ. വിറ്റുവരവ് 45 കോടിയിൽ നിന്ന് 76 കോടിയിലെത്തി. പ്രവർത്തന ലാഭം 785 ലക്ഷം രൂപയെന്ന ചെയർമാൻ അഡ്വക്കേറ്റ് ഷെരീഫ് മരക്കാർ. ഭാവി തലമുറയെ ലഹരി വലയിൽ നിന്ന് രക്ഷിക്കുക എന്നത് സമൂഹത്തിന്റെ ഉത്തരവാദിത്വമെന്ന മന്ത്രി ഡോക്ടർ ആർ ബിന്ദു. ലഹരി സമൂഹത്തെ കാർന്നു തിന്നുകയാണെന്ന് ഉന്നത വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി. മികച്ച സാമൂഹിക അന്തരീക്ഷം സൃഷ്ടിച്ചെടുക്കാൻ ഒറ്റക്കെട്ടായ പോരാട്ടം അനിവാര്യം. ലഹരിയിലേക്കുള്ള ദൂരം കുറയ്ക്കാൻ ഒത്തൊരുമിക്കണമെന്നും ആഹ്വാനം. തൃശൂർ റൂറൽ പോലീസ് സംഘടിപ്പിച്ച കരുതലായി കാവലായി പരിപാടിയുടെ സമ്മാനദാനവും അനുമോദനവും നടന്നു. തൃശൂർ നഗരത്തിലെ കുഴിയിൽ വീണ് യുവാവിന്റെ മരണം. കോർപ്പറേഷനെതിരെ പ്രതിഷേധം കനക്കുന്നു. ജനകീയ പ്രതിഷേധ സാഗരം തടഞ്ഞു നിർത്താനാകാതെ ഭരണകൂടം. കോൺഗ്രസിന്റെ നേതൃത്വത്തിൽ കറുത്ത ഗൗണണിഞ്ഞ് ശവമഞ്ചവുമായി കോർപ്പറേഷൻ ഓഫീസിന് മുന്നിൽ കുത്തിയിരുന്ന് പ്രതിഷേധം. മേയർ MK വർഗീസിനെതിരെ കൊലക്കുറ്റത്തിന് കേസെടുക്കണമെന്ന പ്രതിപക്ഷ നേതാവ് രാജൻ ജെ പല്ലൻ. അപ്പോൾ തിമരമുക്ത നഗരസഭ എന്ന രീതിയിൽ ആത്മാർത്ഥമായി കൊണ്ട് തന്നെ ആ പ്രോജക്റ്റ് ഏറ്റെടുക്കാനും നടപ്പിലാക്കാനും നല്ല രീതിയിലുള്ള പ്രവർത്തനം, നിലവിലുള്ള ഭാരവാഹികൾ നല്ല രീതിയിലുള്ള പ്രവർത്തനം ഈ ഘട്ടത്തിൽ സംഘടിപ്പിക്കാൻ വേണ്ടി കഴിഞ്ഞിട്ടുണ്ട്. വടക്കാഞ്ചേരി നഗരസഭ ഇനി സമ്പൂർണ്ണ തിമിരമുക്ത നഗരസഭ. ചെയർമാൻ PN സുരേന്ദ്രൻ പ്രഖ്യാപനം നടത്തി. വലിയ നേട്ടം കൈവരിച്ചത് ലയൺസ് ക്ലബിന്റെ സഹകരണത്തോടെ. പ്രഖ്യാപന പൊതുസമ്മേളനം സേവർ ചിറ്റലപ്പള്ളി MLA ഉദ്ഘാടനം ചെയ്തു. ചേറ്റുവ ഹാർബറിൽ നിന്നും മത്സ്യബന്ധനത്തിന് പോയ വള്ളത്തിന്റെ എഞ്ചിൻ നിലച്ചു. 40 മത്സ്യത്തൊഴിലാളികൾ കടലിൽ കുടുങ്ങി. ഏറെ ശ്രമകരമായ ദൗത്യത്തിനൊടുവിൽ ഫിഷറീസ് മറൈൻ എൻഫോഴ്സ്മെന്റ് റെസ്ക്യൂ സംഘം രക്ഷിച്ച് കരയിലെത്തിച്ചു. ചേറ്റുവ കടലിൽ നിന്നും 5 നോട്ടിക്കൽ മൈൽ അകലെ വാടാനപ്പള്ളി തെക്ക് പടിഞ്ഞാറ് ഭാഗത്താണ് സംഭവം. തട്ടകത്തമ്മ എന്ന ഇൻബോർഡ് വെള്ളമാണ് കുടുങ്ങിയത്. കഴിമ്പ്രം സ്വദേശി ഇരിങ്ങാതുരുത്തി മണിയുടേതാണ് വെള്ളം. സംസ്ഥാനത്തെ ഡിജിറ്റൽ സർവേ സംവിധാനത്തെ അഭിനന്ദിച്ച ഇതര സംസ്ഥാനങ്ങളിലെ ഉദ്യോഗസ്ഥർ. ജില്ലയിൽ ഡിജിറ്റൽ സർവേ നടക്കുന്ന എടക്കഴിയൂർ വില്ലേജിൽ സംഘത്തിന്റെ സന്ദർശനം. 3ാം ഘട്ടത്തിലേക്ക് പ്രവേശിച്ച സർവേ സംവിധാനങ്ങൾ നേരിട്ടെത്തി വിലയിരുത്തി. കളക്ടർ അർജുൻ പാണ്ഡ്യനുമായി കൂടിക്കാഴ്ച. സംസ്ഥാനത്ത് വീണ്ടും പന്നിപ്പനി സ്ഥിരീകരണം. മലയാറ്റൂരിൽ വളർത്തുപന്നി ഫാമിൽ ആഫ്രിക്കൻ പന്നിപ്പനി സ്ഥിരീകരിച്ചു. ഭോപ്പാലിലെ ലാബിൽ നടത്തിയ പരിശോധനയിലാണ് സ്ഥിരീകരണം. കൊടുങ്ങുകാരൻ വീട്ടിൽ ലിജു ആൻഡുവിന്റെ ഫാമിലാണ് രോഗബാധ. ജാഗ്രത പ്രഖ്യാപിച്ചു. എലപ്പുള്ളി മദ്യനിർമ്മാണ കമ്പനിയുടെ കൈവശമുള്ള മിച്ചഭൂമി കണ്ടുകെട്ടാനുള്ള നടപടി സർക്കാർ മരവിപ്പിച്ചത് CPM നടത്തിയ അഴിമതിയുടെ ഭാഗമായാണെന്ന് വടക്കാഞ്ചേരി മുൻ MLA അനിലക്കര. കേരള ലാൻഡ് ബോർഡ് കമ്പനിക്കെതിരെ എടുത്ത കേസിൽ ഇളവ് നൽകിയതിന്റെ കോടികളുടെ അഴിമതി. ഇല്ലാത്ത നിയമങ്ങളുടെ പേരിലാണ് കമ്പനിക്ക് സുരക്ഷയൊരുക്കുന്നതെന്ന് മനിൽ. വഴാനി കാക്കനിക്കാട് ആദിവാസി ഉന്നതിയിൽ വീണ്ടും കാട്ടാന. ഊരുമൂപ്പൻ അനിലന്റെ ബന്ധുവീട്ടിൽ ആനയെത്തി സൃഷ്ടിച്ചത് വൻ നാശനഷ്ടം.
വാഴകൾ പിഴുതു ഭക്ഷണമാക്കി, തെങ്ങുകൾ കുത്തിമറിച്ചിട്ടു. ആനയെ കാടുകയറ്റാനായത് മണിക്കൂറുകൾ നീണ്ട പരിശ്രമത്തിനൊടുവിൽ റവന്യൂ വില്ലേജിൽ ജനകീയ ദുരിതം.